പറ്റൂല, അതിനൊന്നും പറ്റൂല. ഞങ്ങൾ പറയുന്നത് കുറച്ച് അംഗീകരിക്കണല്ലോ. അതിനെന്നെയാണ് വരുന്നത്, അതിനെന്നെ ശമ്പളം തരുന്നത്. സത്യത്തില് അങ്ങനെ ചെയ്ത അവർക്ക് പണി കിട്ടും. അത് ചെയ്തുകൊണ്ടാണ് ഇവിടെ സംഭവിച്ചത്. ചെയ്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അത് ചെയ്തത് കൊണ്ടാണ് സംഭവിച്ചത്. അത് ചെയ്തത് കൊണ്ടാണ് ഇവിടെ സംഭവിച്ചത്. കച്ചറക്കൊന്നല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്വേഷിക്കട്ടെ, ചോദിക്കട്ടെ, പറയട്ടെ. അങ്ങനെ ചുമ്മാരിക്കാൻ പറ്റൂല, അതിനൊന്നും പറ്റൂല. ഞങ്ങൾ പറയുന്നത് കുറച്ച് അംഗീകരിക്കണല്ലോ. അതിനെന്നെയാണ് വരുന്നത്, അതിനെന്നെ ശമ്പളം തരുന്നത്. നിങ്ങൾക്ക് തോണിമാരി ഒപ്പിട്ട് കണ്ടു കൊടുക്കാൻ പറ്റൂലല്ലോ. ന്യായമായിട്ട് 5-6 കേസ് ഇപ്പൊ വന്ന് പറഞ്ഞു. അപ്പോഴും അന്വേഷിക്കട്ടെ, പറയട്ടെ, അപ്പീൽ കൊടുക്കാൻ ഉദ്യോഗസ്ഥരെ മാറ്റട്ടെ എന്നില്ല വർത്താനൊക്കെ പറയണത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ടില്ല കളി തന്നെയാണ് ഇത്. ഞങ്ങൾ ചോറിന് തിന്നത് പൊട്ടന്മാരെന്നല്ല. ഞങ്ങൾക്ക് ഇവരെ ട്രാൻസ്ഫർ ചെയ്യാമോ? ഈ ഞങ്ങൾ പറഞ്ഞ പരാതി പരിഹരിക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പിടണം. അല്ലെങ്കിൽ ഞങ്ങള് അല്ലെ ഇവിടെ പോകണ്ട, അത് പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ സംസാരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ആ ഉറപ്പ് കിട്ടിയുള്ളത്. നിങ്ങളുടെ ഫോണിൽ സംസാരിച്ചതിന്റെ ഭാഗമായി സൂപ്രണ്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് ഇന്നലെ അവിടെ വന്നിരുന്ന പോലീസുകാരാണ്. ഇന്നലെ അവിടെ വന്ന പോലീസുകാരും എന്ന് പറഞ്ഞു കഴിഞ്ഞു. സെക്രട്ടറി ഉണ്ടാവും, സൂപ്രണ്ട് നല്ല ഉറപ്പുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് വേണ്ടി ഇവർ ചെക്കിലാണ് ചെയ്യുന്നത്. അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മാറ്റാവുന്ന ഞാൻ പറഞ്ഞു. അല്ലാതെ മാറ്റിക്കഴിഞ്ഞാൽ ഇയാളെ വോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അല്ല സെക്രട്ടറി, അന്വേഷണം തുടങ്ങിയപ്പോഴേ എന്നോട് പറഞ്ഞു, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്നെ ഇവിടുത്തെ പറഞ്ഞെന്ന് ഞങ്ങൾ എല്ലാവരും ഭാരി ചവിട്ടുകൊട്ടെ കളഞ്ഞു. അത് ഏതവനാന്നുള്ള ഞാൻ അല്ല പറഞ്ഞവനെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അല്ല അങ്ങനെ ഒരാൾ ഇവിടുത്തെ അങ്ങനെ വോട്ട് ചേഞ്ച് ചെയ്യാൻ തന്നാൽ അതിന്റെ എന്താണ് നിങ്ങളുടെ പ്രൊസീജിയർ? എന്താ അത് അന്വേഷിച്ച് വ്യക്തമായ റിപ്പോർട്ട് ഞാൻ പറയാം. റിപ്പോർട്ടിലൂടെ തന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ചിലത് അവർ റിപ്പോർട്ട് എഴുതിക്കൊള്ളുന്നുണ്ട്, ഈ വാർഡിൽ താമസമില്ല, അങ്ങനെ ഒരെണ്ണം വെച്ച് ഞങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വേണ്ട, മാറ്റണ്ട. വ്യക്തമായ റിപ്പോർട്ട്. സമയം കിട്ടുന്നില്ല. 2-3 ദിവസം കൊണ്ട് ഈ ആയിരക്കണക്കിന് അപേക്ഷകൾ വന്നു കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ വോട്ടർ പട്ടികയുമായിട്ട് വ്യാപകമായ രീതിയിൽ ക്രമക്കേടുകൾ നടക്കുന്നെന്നുള്ളത് മുനിസിപ്പൽ സെക്രട്ടറിക്ക് അടക്കം ഇപ്പോൾ ഞങ്ങളുടെ സംസാരത്തിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ബൾക്കായിട്ട് മാറ്റിവെച്ച് ചവറ്റുകൊട്ടയിലിട്ട ഒരവസ്ഥയാണ് പാവപ്പെട്ട വോട്ടർമാർ വോട്ട് ചേർക്കാനും വോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും കൊടുത്തപ്പോൾ വന്നിട്ടുള്ളത്. അത് വളരെ ഗൗരവമായിട്ടാണ് പെരിന്തൽമണ്ണ മുനിസിപ്പൽ UDF കാണുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞു, അപാകതകൾ എന്തൊക്കെയെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇപ്രാവശ്യം ഞങ്ങൾ 2 ദിവസം സമയം വേണം എന്ന് സെക്രട്ടറി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയും ശനിയും സെക്രട്ടറിക്ക് ഞങ്ങൾ സമയം കൊടുക്കുകയും തിങ്കളാഴ്ച വീണ്ടും അത് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ അത് ലഭിച്ചിട്ടില്ല എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള നടപടികളും സമരപരിപാടികളും ഗരാവവും എല്ലാം UDFന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ള ഒരു ധാരണയിലാണ് തൽക്കാലം ഇന്നത്തെ സമരപരിപാടി ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി നൽകുന്ന എല്ലാ റിക്കാർഡുകളും ഒരു റിക്കാർഡും രേഖയും ഇല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി നൽകുന്നത് മുഴുവൻ അംഗീകരിക്കുകയും അവർ ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുത്ത മുഴുവൻ അംഗീകരിക്കുകയും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള അലിമോനെ അടക്കം അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 16-ാം വാർഡിൽ സ്ഥിരതാമസമുള്ള അലിമോനെ അടക്കം 33-ാം വാർഡിൽ കയറ്റി ആ തരത്തിലുള്ള രീതിയിലുള്ള അഴിമതികളും ആ തരത്തിലുള്ള രീതിയിലുള്ള ക്രമക്കേടുകളാണ് മുനിസിപ്പാലിറ്റിയിൽ മാർക്സിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അതിന് മാർച്ച് പാർട്ടിക്ക് വേണ്ടി ചൂട്ടുപിടിക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിയും അതിലെ ഉദ്യോഗസ്ഥന്മാരുമാണ്. ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ റഫായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കണ്ടത് കൂട്ടിക്കോ, ഞങ്ങൾ ഒരു മാർക്സ് പാർട്ടിക്കാരൻ പറയുന്നത് പോലുമല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്താണ് ഒരു ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത്. നിങ്ങൾ കണ്ടത് കൂട്ടിക്കോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. ഏതായാലും ഞങ്ങൾ ഇത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് വിവരാവകാശം വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഏതൊക്കെ ആ രീതിയിൽ തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വിവരാവകാശം കൊടുക്കാൻ പോവുകയാണ്. ആ വിവരാവകാശം കൊടുത്തതിന് ശേഷം ഇത് ഏത് അറ്റം വരെയും ഇതിനെ കൊണ്ടുപോകും. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് നൽകിയിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് തെറ്റായ രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി എടുക്കുന്നത് വരെ ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇന്നലെ ഞങ്ങൾ UDF നേതാക്കന്മാരും പ്രവർത്തകരും വന്ന് സെക്രട്ടറിയെ കാണാൻ വേണ്ടി വന്നതാണെങ്കിൽ പോലും സെക്രട്ടറി ഇവിടെ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നലെ സൂപ്രണ്ടിനെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് സൂപ്രണ്ട് മൗനം പാലിക്കുകയും സൂപ്രണ്ടിന്റെ അധികാര പരിധിയിലല്ല ഈ വിഷയമെന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തു. പക്ഷേ സൂപ്രണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നും ഈ ഇലക്ഷന്റെ ചാർജുള്ള ആളാണ് സൂപ്രണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അയാളോട് സംസാരിച്ച് ഞങ്ങൾക്ക് തന്ന ഉറപ്പ് നാളെ സെക്രട്ടറി വന്നു കഴിഞ്ഞാൽ സെക്രട്ടറിയുമായി സംസാരിച്ച് ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് സൂപ്രണ്ട് ഞങ്ങൾ ഇന്നലെ പിരിഞ്ഞു പോയത്. എന്നാൽ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ സെക്രട്ടറി മാത്രമുള്ളൂ, സൂപ്രണ്ട് ഇന്ന് അവധി എടുത്തിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ സൂപ്രണ്ടും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ശരിയാണ് എന്നത് വരാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സൂപ്രണ്ട് ലീവ് എടുത്തു, ഇന്ന് സെക്രട്ടറി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നലെ മുനിസിപ്പൽ ചെയർമാന്റെ ഒരു പ്രസ്താവന കണ്ടു. ഇന്നലെ എന്താണ് ഒരു സൂപ്രണ്ട് ഒരു അതായത് ഡിസബിലിറ്റി ഉള്ള ഒരു സൂപ്രണ്ടിനെ ഞങ്ങൾ മണിക്കൂറോളം മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് ചെയർമാൻ പറഞ്ഞത്. ആ മാനസികമായി പീഡിപ്പിക്കാണ്ടായ അവസ്ഥ ഉണ്ടാക്കിയത് ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാനും ഭരണസമിതിയാണ്. അവർ പറയുന്ന നിർദ്ദേശപ്രകാരം സൂപ്രണ്ടിന് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ മൗനം പാലിക്കുകയും അദ്ദേഹത്തിന് ഞങ്ങളെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പൊ അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിച്ചത് UDF നേതാക്കന്മാരോ നേതൃത്വമോ അല്ല, ഇവിടുത്തെ CPM നേതൃത്വവും ഭരണസമിതിയും മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ള ആളുകളാണ് അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിച്ച് ഇത്തരം പ്രവണതകൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ലീവ് എടുത്ത് വിട്ടു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ സെക്രട്ടറിയെ സംസാരിച്ചപ്പോൾ ബഷീർ മാഷ് പറഞ്ഞതുപോലെ 2 ദിവസത്തെ സമയം ഞങ്ങൾ സെക്രട്ടറി കൊടുത്തിരിക്കുകയാണ്. തിങ്കളാഴ്ച ഞങ്ങൾ പറഞ്ഞ ഈ ആരോപണമായി ഉന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും നടപടി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ തുടർ സമരങ്ങളുമായി UDF മുന്നോട്ട് പോകും. ഇതിന്റെ അറ്റം കാണുന്നത് വരെ സമരം ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബത്തിലെ ആളുകളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 വാർഡുകളാക്കി മാറ്റിക്കൊണ്ടാണ് ഈ ഭരണസമിതിയും ഈ ഉദ്യോഗസ്ഥരും മുന്നോട്ട് പോയിട്ടുള്ളത്. ശക്തമായ നടപടി എടുക്കണം. ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം. സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ്. ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിലൊതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ്. ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് നേടാം 1 ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ്. ഒക്ടോബർ 25 മുതൽ 31 വരെ സഫ ജ്വല്ലറിയുടെ കരുവാരകുണ്ട്, മലപ്പുറം, പട്ടിക്കാട് ഷോറൂമുകൾ സന്ദർശിക്കൂ. ദി ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ. സഫ ജ്വല്ലറി.